DXitoൻ്റെ co-founder മുസ്തഫനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ഉള്ളത് ബിസിനസ് പാർക്കിലാണ്. ഇന്നപ്പോൾ നമുക്ക് നമ്മളെ ചൂസ് സോൾവിൻ്റെ ഓണപരിപാടി കഴിഞ്ഞ്, അതേപോലെ ഇന്ന് എജു.ന് ഓണപരിപാടി കഴിഞ്ഞ് നേരെ ഗിഫ്റ്റിലേക്കാണ് ഗൈസ്. അപ്പോഴാണ് നമുക്ക് DXitoൻ്റെ co-founder മുസ്തഫനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി പറ്റി. കാരണം മുസ്തഫാനായിട്ട് നമുക്കറിയാം ഇതിൻ്റെ മുന്നേ തന്നെ. അപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടാണ് നമ്മളെ മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞത് നമുക്ക് കുറേ ആൾക്കാരായിട്ട് പിന്നെ കാണാൻ വേണ്ടി പറ്റി. അങ്ങനെ ഓരോ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് മൊത്തം കാര്യങ്ങൾ നല്ല അടിപൊളിയാണ് കേട്ടോ. കുറേ ഇൻഫോർമേഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റി. ഇതാണ് അസീബ് കേട്ടോ. ഇയാൾ ബിസിനസ് പാർക്കിൽ ഉണ്ടായിനി. അപ്പം കണ്ട സമയത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നല്ല അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് ഒരു പുതിയ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ഉഷാറാവട്ടെ. നമ്മളൊക്കെ പറ്റാവുന്ന രീതിയിൽ നമ്മളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ. എനിക്കിവിടെ വരുന്ന സമയത്തുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പല കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നടക്കുന്നത് നമ്മളിങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ഇരിക്കുന്ന സമയത്താണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പറയാൻ മുമ്പോട്ട് വരും. കാരണം ഇവിടെ വരുന്ന സമയത്ത് ആൾക്കാരുകൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ഓൺടർപ്രണേഴ്സ് നമ്മുടെ മൈൻഡ് സെറ്റ് എൻവയോൺമെൻറ്റിനെ മാറും. നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇവിടെ ഇരിക്കുന്ന ഒന്നാമത്തെ എൻ്റെ ഒരു കാര്യം. രണ്ടാമത് പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് അവരെ കൂടെ നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പോരായിട്ട് മീറ്റിംഗ്സ് കാര്യങ്ങൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരും. നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് മെയിനായിട്ട് ഒരു ബിസിനസ് പാർക്കിൽ എനിക്ക് വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ഓക്കെ, എന്നൊക്കെ എൻ്റെ ഫീൽ ചെയ്തിട്ടുണ്ടോ മനോഹര? സെയിം തന്നെ യെസ്, സെയിം തന്നെയാണ് കേസ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്താ നവാസ്? രണ്ട് കാര്യം പറഞ്ഞല്ലോ. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നമുക്ക് വർക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ആൾക്കാർ വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റും. പുതിയ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി ഏകദേശം ക്ലോസായി. നമ്മളെല്ലാം ഏകദേശം ഇപ്പം ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് വന്നതിനെ കൊണ്ടാണ് നമുക്ക് ഇത്രയും പരിപാടി നമുക്ക് കഴിഞ്ഞത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടി പെൻഡിങ് ചെയ്യുമ്പോൾ നാളിലേക്ക് വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അന്നന്ന് ചെയ്യാനുള്ള ടാസ്ക് കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാം. കാരണം പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും നമുക്ക് ഒരു പണി പ്രോപ്പറായിട്ട് പോകാം. അപ്പോൾ ഇന്നെന്തായാലും ഇതിൻ്റെ പണി കഴിഞ്ഞു.